ഹായ് എവരോൺ, ഏവർക്കും ട്രാപ്പയുടെ മല്ലുവിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തീയതി 5 നവംബർ 2024. 5 നവംബർ 2024 ഇത്രയും വലിയൊരു മൂവ്, ഇത്രയും വലിയൊരു മൂവ് വന്നു. ഇത് പ്രീ പ്രെഡിക്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ ലാസ്റ്റ് വീക്ക് എൻഡ് വീഡിയോസിൽ സൺഡേ ഇട്ട വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു എന്തുകൊണ്ട് ഇതേപോലെ ഒരു മൂവ് വരാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ഇതേപോലെയുള്ള മൂവുകൾ വരാൻ സാധ്യതയുണ്ട്. സെൽ സൈഡിലോട്ട് മൂവ് ഇങ്ങനെ വന്നിട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് എൻ്റെ വീഡിയോയിലോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് വീക്കിലി അനാലിസിസ് വീഡിയോയിൽ കാണാത്തവരുടെ കാണുക. നമ്മൾ ഒട്ടും സമയം കളഞ്ഞില്ല. അപ്പം ഇന്നത്തെ അനാലിസിസ് നമ്മൾ ചെയ്യുകയാണ്. അപ്പം അത് നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. മാർക്കറ്റിലെ ഒരു സെൽ സൈഡിലൊരു ഇത് കുറഞ്ഞു വരുന്നുണ്ട്, ഒരു ഇമ്പാക്ട്. സെല്ലേഴ്സ് വീക്കായി തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം ഇവിടെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞത് ബയ്യേഴ്സും സെല്ലേഴ്സ് എവിടെയൊക്കെ ട്രാപ്പ് ആവുന്നുണ്ടോ എല്ലായിടത്തും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ റെഡ് റൗണ്ടിൽ മാർക്ക് ചെയ്തിരുന്നത് സെല്ലേഴ്സ് ട്രാപ്പ് ആവുന്നത്, ഗ്രീൻ സർക്കിളിൽ വരച്ചിരിക്കുന്നത് ബയ്യേഴ്സ് ട്രാപ്പ് ആവുന്നു. അതിനനുസരിച്ച് തന്നെ മാർക്കറ്റ് കഴിഞ്ഞ 2 ദിവസമായിട്ട് കഴിഞ്ഞ ഇന്നലത്തെ ഒരു ഒരു മുഹൂർത്ത ട്രേഡിംഗ് വന്നതിന് ശേഷം, ഇത് മുഹൂർത്ത ട്രേഡിംഗിലെ എന്തായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഈ ഏരിയയിൽ ഒന്ന് നിന്നതിന് ശേഷം മുകളിലോട്ട് മൂവ് ആകാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് എങ്ങനെ മൂവ് ആയത്, അതിന് താഴോട്ട് വരികയും ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കണ്ടിന്യൂ ഈ ഏരിയയിൽ ഇതാകുകയാണ് ചെയ്തത്. എന്ത് ചെയ്തു? കൺസോൾട്ടേഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് വോളിയൂംസിനാണ്. വോളിയൂംസ് നോക്കുക, മാർക്കറ്റ് ഇവിടെ സൈഡ് വേസ് ആയതിനു ശേഷം ഒരല്പം സൈഡ് വേസ് ആവുന്നുണ്ട്, ഒരല്പം മുകളിലോട്ട് സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണിക്കുമ്പോൾ തന്നെ നോക്കുക, വോളിയവും ഇവിടെ താഴത്ത് വോളിയം നോക്കുക, ഓരോ ഹൈനെയും ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു, ഓരോ ഹൈയെയും ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. അതിനനുസരിച്ച് തന്നെ മാർക്കറ്റ് വോളിയൂംസും ബൈ സൈഡിൽ കൂടുന്നുണ്ട്. അപ്പോൾ ഇതിനർത്ഥം മനസ്സിലാക്കുക, മാർക്കറ്റ് ഇതേപോലെ ഒരു ചാനൽ, ഇതേപോലൊരു സൈഡ് വേസ് റേഞ്ച് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്തത്? ബ്രേക്ക് ഔട്ട് മുകളിലോട്ടാണ്. എപ്പോഴും മാർക്കറ്റിന് ഏത് ഡയറക്ഷനിലോട്ടാണ് മൂവ് ആകേണ്ടത്, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് മാർക്കറ്റ് ഫസ്റ്റ് പോവുകയും ഇവിടെ ഒരു ക്ലിയർ പ്രൈസ് ആക്ഷൻ നടത്തി. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ എല്ലാ വീഡിയോത്തും ഞാൻ പറയുന്ന പോലെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏരിയകൾ ഏതൊക്കെയാണ്? പ്രീവിയസ് ഡേ ലോയും PDL, PDLും PDHും, പ്രീവിയസ് ഡേ ഹൈയും. പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴും പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴും റിവേഴ്സൽ വരാൻ വളരെയധികം സാധ്യതയാണ്. നോക്കുക ലാസ്റ്റ് ഡേ കണ്ട, ഇത് ലാസ്റ്റ് ഡേയിലെ ലോ ആയിരുന്നു. ഈ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, പ്ലസ് ഇന്നത്തെ ഇൻട്രാഡേ ലോ ആയിരുന്നു, അതിനെ ബ്രേക്ക് ചെയ്തും ക്ലിയർ ഇവിടെ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് പുതിയ ഉയരങ്ങളിലേക്ക്, പുതിയ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഹ്യൂജ് മൂവായി. നോക്കുക, ക്ലിയർ നോക്കുക, ഇത്രയും സഡൻ മൂവ്, ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ബൈയിങ് മൂവ് ഈ അടുത്ത് വന്നിട്ടില്ല. ഈ അടുത്ത 1-2 മാസത്തെ നിങ്ങൾ ചാർട്ട് നോക്കിയാണെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു സ്ട്രെങ്ത് ഉള്ള മൂവ് വന്നിട്ടില്ല. അപ്പം നിങ്ങൾ എന്താണ് എല്ലാവരും വിചാരിക്കുന്ന? നാളെ ഇന്ന് ഇലക്ഷനാണ്, അമേരിക്കയിലെ ഇലക്ഷനാണ്, അതാവും ഇതാവും, തകർന്നു പോകും, മാർക്കറ്റ് ഇടിഞ്ഞു പൊളിയും, എല്ലാം ചെയ്യും. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റിനെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർ ഹ്യൂജായിട്ട് ബൈ ചെയ്യണം. അപ്പോൾ അവരെന്ത് ചെയ്യും? മാർക്കറ്റിൽ പാനിക്നെസ് എപ്പോഴും കൊണ്ടുവരും. എന്ത് കൊണ്ടുവരും? മാർക്കറ്റിൽ അവർ പാനിക്നെസ് കൊണ്ടുവരും. പാനിക്നെസ് എന്തൊക്കെ ഉണ്ട്? ഏതൊക്കെ തരത്തിലുള്ള പാനിക്നെസ് ആണ് അവർ കൊണ്ടുവന്ന? പാനിക്നെസ്, സോറി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പാനിക്നെസ് അവര് വാർ സിനാരിയോ കൊണ്ടുവരും, എലക്ഷൻസ് കൊണ്ടുവരും, യൂട്യൂബ് വീഡിയോസ് യൂട്യൂബ് വീഡിയോസ് വഴി പാനിക്നെസ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ന്യൂസ് വഴി എന്താ പറയുക, സ്പ്രെഡ് ചെയ്യും, ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യും, സ്പ്രെഡ് ചെയ്യും. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാണ്? ബിക്കോസ് ഇത് ചെയ്യുന്നതിന് പിന്നിലെ റീസൺ ഇത്രയേ ഉള്ളൂ. ഇവർക്ക് ഹ്യൂജായിട്ട് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റീസ് എല്ലാം എക്സിറ്റ് ചെയ്യണം. നമ്മൾ ക്വാണ്ടിറ്റീസ് എല്ലാം എക്സിറ്റ് ചെയ്തെങ്കിൽ ഇവർക്ക് കൂടുതൽ വാങ്ങാൻ പറ്റുള്ളൂ. അവർ ഇതേപോലെയുള്ള പാനിക്സ് കണ്ടത്, ഇതുകൊണ്ട് സെൽ സൈഡിൽ ഒരു പാനിക് ഉണ്ട്, ബൈ സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് ആകണമായിരുന്നു. അത് പെട്ടെന്ന് ഒരു സിനാരി സെൽ സൈഡിൽ സിനാരി ക്രിയേറ്റ് ചെയ്യും, ഇവിടുന്ന് സെൽ സൈഡിൽ സിനാരി ക്രിയേറ്റ് ചെയ്യും. അപ്പം മാർക്കറ്റിൽ ഇപ്പം ഇങ്ങനെ ഒരു സെൽ സൈഡ് വന്നതിന് ശേഷം മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലോട്ട് പോയി, ഇങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ താഴത്തോട്ടില്ല. അതിനർത്ഥം തന്നെ മനസ്സിലാക്കിയെടുക്കുക, മാർക്കറ്റിൽ സ്ലോ ആൻഡ് സ്റ്റഡി സെല്ലേഴ്സ് വീക്ക് ആയി തുടങ്ങി. പക്ഷേ ട്രെൻഡ് കണ്ടിന്യൂ ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക് ഒന്ന് പോകണം. ഈ 53,000 മുകളിലേക്ക് പോയെങ്കിലേ നമുക്ക് ട്രെൻഡ് ചേഞ്ച് ആയി ട്രെൻഡിലോട്ട് മാറിയിരുന്നു. ബിക്കോസ് ഇതൊരു 52,700, 52,900 ഈ ഒരു രണ്ടും നല്ലൊരു ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം.
നോക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇന്നത്തെ ഈ ഇൻട്രീഡേ ഇന്നത്തെ ഈ വന്ന മൂവിന്റെ ലോജിക്കുകളും അഡ്വാൻസ് വോളിയം ട്രാപ്സും, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വോളിയം ട്രാപ്സും പ്ലസ് മാർക്കറ്റിൽ നടക്കുന്ന ഓപ്ഷൻ ബൈയിങ് ചെയ്യേണ്ടവർ അറിഞ്ഞിരിക്കേണ്ട ട്രാപ്പ് ട്രേഡിംഗ്, ലിക്വിഡിറ്റി സെറ്റപ്സ്, സ്റ്റോപ്പ് ലോസസ് ഹണ്ടിങ് എല്ലാം ഞാൻ എൻ്റെ മെമ്പർഷിപ്പ് വീഡിയോയിൽ ഞാൻ പഠിപ്പിക്കാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് മെമ്പർഷിപ്പ് വീഡിയോ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ പോവുക, ട്രാപ്പ് ട്രേഡർ മല്ലു, ട്രാപ്പ് ട്രേഡർ മല്ലു എന്ന് ടൈപ്പ് ചെയ്യുക. ട്രാപ്പ് ട്രേഡർ മല്ലു എന്ന് ടൈപ്പ് ചെയ്യുക. ഇതാണ് എൻ്റെ ചാനൽ. എനിക്ക് യൂട്യൂബിൽ അല്ലാതെ ടെലഗ്രാമിൽ മാത്രമേ എൻ്റെ പേഴ്സണൽ ഗ്രൂപ്പുള്ളൂ. അതിനകത്ത് കോളോ ടിപ്സോ ഒന്നും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് വഴിയൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളോട് പ്രോഫിറ്റ് ബുക്കിംഗ് അല്ല പ്രോഫിറ്റ് ഷെയറിംഗ് അല്ലെങ്കിൽ അക്കൗണ്ട് ഹാൻഡ്ലിംഗ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും നിങ്ങളോട് ആരെങ്കിലും അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ നോ പറയുക. ഞാൻ ഒന്നിനും ഞാൻ ഒരു ഹാൻഡ്ലിങ്ങിനും ഒരു പ്രോഫിറ്റ് ഷെയറിങ്ങിനും ഒന്നും വരുന്നതല്ല. അപ്പം അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാണ്. അത് തട്ടിപ്പിൽ വീഴാതിരിക്കുക. അപ്പം എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. പ്രൊഫൈൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ജോയിൻ ബട്ടൺ ഉണ്ട്. ഈ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ബേസിക് ടു അഡ്വാൻസ് ട്രാപ്പും അഡ്വാൻസ് വോളിയം ട്രാപ്പും ഇതിനകത്ത് ജോയിൻ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് യൂട്യൂബ് മൊബൈൽ വഴിയാണ് യൂസ് ചെയ്യുന്നവർക്ക് ചിലവർക്ക് കാണാൻ പറ്റിയെന്ന് വരത്തില്ല. അവർ ബ്രൗസർ വഴി യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ ജോയിൻ ബട്ടൺ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നിരവധി വീഡിയോസ് ഡെയിലി ബേസിസും വീക്ക്ലി ബേസിസും മന്ത്ലി ബേസിസും ഞാൻ എടുക്കുന്ന ലൈവ് ട്രേഡ്സിൻ്റെ ഒക്കെ അടക്കം ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ജോയിൻ ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അല്ലെങ്കിൽ വലിയ വലിയ ഹെഡ്ജ് ഫണ്ട്സിൻ്റെ, വലിയ വലിയ ബാങ്ക്സിൻ്റെ, വലിയ വലിയ ഓപ്പറേറ്റേഴ്സിൻ്റെ എൻട്രീസ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോട്ട് വരാം. നമുക്ക് തൊട്ടടുത്ത് ഇനി നോക്കേണ്ടത്, അപ്പോൾ ഇന്നത്തെ മൂവ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ക്ലിയർ ഒരു ഡിസിഷൻ കിട്ടുന്നുണ്ട്. ആ മാർക്കറ്റ് ഇനി മുകളിലോട്ട് മൂവ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നാളത്തെ എൻട്രി എങ്ങനെ ആയിരിക്കണം? അപ്പോൾ ഇതൊരു ഫേക്ക് റെസിസ്റ്റൻസ് ആണ്. ഫേക്ക് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ റെസിസ്റ്റൻസിൽ മാർക്കറ്റ് എത്തുകയാണെങ്കിൽ അവിടെ ആ ഏരിയയിൽ പിന്നെ ആളുകൾ സെല്ല് ചെയ്യാൻ നോക്കുന്നുണ്ടോ, സെല്ല് ചെയ്തു അതിനെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഇതുകൊണ്ട് താഴത്തോട്ട് വരുന്നത് പോലെ. അപ്പോൾ ഇനി നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലോട്ട് തന്നെയായിരിക്കും മൂവ് ആകുന്നത്. മുകളിലോട്ട് തന്നെയാണ് മൂവ് ആകുന്നതെന്ന് ചാടിക്കറി ബൈ ചെയ്യാതിരിക്കുക. ബിക്കോസ് ഇത്രയും വലിയൊരു മൂവ് വന്നാണ്. ഇത്രയും വലിയൊരു മൂവ് വന്നതിന് ശേഷം നാളത്തെ ദിവസം ഒരു ഗ്യാപ്പ് അപ്പ് ആണ് തരുന്നതെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആണ് തരുന്നതെങ്കിൽ മാർക്കറ്റിലെ ഇലക്ഷൻ്റെ അതുകൊണ്ട് മേ ബി കുറച്ചൊന്ന് പുഷ് ചെയ്ത് മുകളിലോട്ട് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഒക്കെയാണ് തരുന്നത്. ഈ ഏരിയയിലൊക്കെയാണ് മാർക്കറ്റ് മൂവ് ആയി തൊട്ട് അടുത്ത റെസിസ്റ്റൻസ് ചെയ്യുന്നൊരു സെല്ലിങ് നമുക്ക് പ്രതീക്ഷിക്കാം. മേ ബി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പ്രതീക്ഷിക്കാം. അപ്പം ഈ ഏരിയയിൽ എത്തുമ്പോൾ ഇത് കണ്ടാൽ ഞാൻ 52,700, 52,680 തൊട്ട് 52,713 ഇത് ഈ ഒരു ഏരിയയിൽ വന്നൊരു ക്യാൻഡിൽ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ ഇതേപോലെ ഒരു ക്യാൻഡിലൊക്കെ ഉണ്ടാക്കിയാൽ ഫോളോ ത്രൂ താഴത്തോട്ട് ഉണ്ടാകാൻ, പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഏരിയയിലെല്ലാം ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഏരിയയിലെല്ലാം ടൈം പാസ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഈ ഏരിയയിൽ എത്തിയതിനു ശേഷം സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ആകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. എങ്ങനെയാണ് ഗ്യാപ്പ് അപ്പ് ആണ് തരുന്നതെങ്കിൽ ഓൾറെഡി 1,200 പോയിന്റ് മൂവ് തന്നു കഴിഞ്ഞപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് കൂടി തരികയാണെങ്കിൽ അവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാൻ വളരെയധികം, അതായത് പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ഏരിയയിലോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു സെൽ സൈഡിലോട്ട് വരാൻ, സെൽ സൈഡ് മീൻസ് കണ്ടിന്യൂവേഷൻ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല, എത്രത്തോളം സെൽ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ചെറിയൊരു സ്കാൽപ്പിംഗ് എന്നുള്ള രീതിയിൽ സെൽ സൈഡിലോട്ട് നിങ്ങൾ നോക്കാവുന്നതാണ്. ഇല്ല അതർവൈസ് മാർക്കറ്റ് ഈ ഏരിയ എന്നെല്ലാം ഇതിനൊരു എന്താ പറയുക, നമ്മുടെ ഗ്യാപ്പ് ഡൗൺ ആണ് തന്നതിന് ശേഷം മാർക്കറ്റ് ഇതിനേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ 50% ലാസ്റ്റ് ഫോളിൻ്റെ 50%, 61.8% ആണ്. ഈ ഏരിയയിൽ നിന്ന് സെല്ലിംഗ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. കെയർഫുൾ ആയിട്ടിരിക്കുക. ബട്ട് വീക്ക് ചെയ്ത് കുറച്ച് നാൾ 1-2 ദിവസത്തെ ഇതൊക്കെ കൺസോൾട്ടേഷൻ നടത്തിയിട്ടാണ് ഈ ഏരിയയിലേക്ക് എത്തുന്നതെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ വലിയൊരു മൂവ് അപ്സൈഡിലോട്ട് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ തൊട്ടടുത്ത സപ്പോർട്ട്സ് എന്ന് പറയാനായിട്ട് ഇത് നല്ല 52,000 ഇത് നല്ലൊരു സപ്പോർട്ടാണ്. അതിന് തൊട്ട് താഴെയും സപ്പോർട്ടുകളുണ്ട്. അപ്പം സപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഈ ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് സെല്ലിംഗ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കൂടുതൽ കാണാനായിട്ട് നിങ്ങൾ എൻ്റെ മെമ്പർഷിപ്പ് വീഡിയോയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഇവർക്കും നന്ദി, നമസ്കാരം.